ഓക്കെ, അപ്പോൾ നമ്മൾ +1 മാത്തമാറ്റിക്സിലെ മിസ്സലേനിയസ് സെക്ഷൻ ഇതിലെല്ലാ ചാപ്റ്ററും ഞാനിപ്പം ചെയ്യാനുള്ള സമയം മാത്രം എനിക്കില്ല. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും കടുപ്പമേറിയ പാഠങ്ങളാണ് സ്ട്രേറ്റ് ലൈൻസും കോണിക് സെക്ഷനും. അതും കഴിഞ്ഞിട്ട് സമയമുണ്ട് ഞാൻ നമ്മളെ ഈ പറയുന്ന ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് സമയമുണ്ടെങ്കിൽ മാത്രം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനെ മിസ്സലേനിയസ് കൂടി ഡിസ്കസ് ചെയ്യും. പക്ഷേ നമുക്കെന്താ ഈ പറഞ്ഞ 2 ചാപ്റ്ററിന് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ടഫായിട്ടുള്ള സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, റിസോഴ്സിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് ആക്ച്വലി ഒരു എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 23 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കുറച്ച് മിസ്സലേനിയസ് എക്സാമ്പിൾ കണ്ടിട്ട് അതിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്. മിക്കവാറും 2 പാർട്ടായിട്ട് ചെയ്യാനായിരിക്കും സാധ്യത. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 11, ഇഫ് ദ ലൈൻസ് 2x + y - 3 = 0 ഒരു ലൈൻ തന്നിട്ടുണ്ട്, വേറൊരു ലൈൻ 5x + ky - 3 = 0 വേറൊരു ലൈന് 3x - y - 2 = 0 ആർ കൺകറൻറ്റ്. 3 ലൈൻ കൺകറൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. കൺകറൻ്റ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈൻ. ഇത് 3ൻ്റെ പ്രത്യേകത എന്താ, ഇതിന് ഒരു കോമൺ പോയിന്റ് ഉണ്ട്, 3 ആൾക്കാർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൺകറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, കെൻ്റെ വാല്യൂ ഇവിടെ ഒരു കെ കാണുന്നുണ്ട് നിങ്ങൾ, കെ വൈൻ്റെ ആ കെ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കണം, പറയുന്ന അൺനോൺ കണ്ടുപിടിക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിലല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 3 ലൈൻസ് ആർ സെറ്റ് ടു ബി കൺകറൻറ്റ് ഇഫ് ദേ പാസ് ത്രൂ എ കോമൺ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എനി 2 ലൈൻസ് ലൈസ് ഓൺ ദ തേർഡ് ലൈൻ. ഹിയർ ഗിവൺ ലൈൻസ് ആർ ഈ പറയുന്ന ഇത് ഒന്നാമത്തെ L1, ഇത് L2, ഇത് L3. അപ്പോൾ സോൾവിങ് 1 and 3 നമുക്ക് ഈ അൺനോണില്ല ടേമിന് തൽക്കാലത്തേക്ക് മറന്നു കളയാം. എന്നിട്ട് ഈ L1ഉം L3യും സോൾവ് ചെയ്യുക. 2x + y - 3 നമ്മളെ നോർമൽ 8ാം ക്ലാസ് മാത്സ്. അപ്പോൾ 3x - y = 2. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 3 അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കോഎഫിഷ്യൻ്റ് ഇവിടെ സെയിം അല്ല. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് സെയിം ആക്കണമെങ്കിൽ ഇവിടെ 3 ആണല്ലോ. നമുക്ക് 3 എന്നാ ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇവിടെ നമുക്ക് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ നമുക്ക് 2നെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ കോഎഫിഷ്യൻ്റ് സെയിം ആവും. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ എന്തേ മാറും, 6x + 3y = 9. ഇവിടെ എന്താവും, 6x - 2y = 4 വരും. ഇതിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ടായി. ഇപ്പോൾ 3y മൈനസ് -2y എന്ന് പറയുമ്പോൾ 5y. അപ്പോൾ = 9 + 4 13. ഓക്കെ, എന്തോ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുക. ഞാൻ തൽക്കാലത്തേക്ക് ഇതിപ്പം ചെയ്യാൻ നിൽക്കുന്നില്ല, ഇത് എന്തോ എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ x = 1 y = 1 ആണ്. അപ്പോൾ ഈ പറഞ്ഞ അപ്പോൾ ഈ പറയുന്നതാണ് നമ്മളെ ഇൻ്റർസെക്ഷൻ പോയിന്റ്. അതായത് ഈ ഒരു ലൈൻ ഇങ്ങനെ ഈ ഒന്നാമത്തെ ലൈനാണ് ഈ L1 എന്ന് പറയുന്നത്, ഇത് L2. ഇത് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി നമുക്ക് 1,1. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്ന ഈ തേർഡ് ലൈനായിട്ട് L3 കൂടിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇത് 3 ലൈൻ കൺകറൻ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 1 ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇഫ് എ പോയിന്റ് പാസസ് ത്രൂ ഇഫ് എ ലൈൻ പാസസ് ത്രൂ എ പോയിന്റ് ദെൻ ദാറ്റ് ഗിവൺ പോയിന്റ് സാറ്റിസ്ഫൈ ദറ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ പറയുന്ന ഇക്വേഷനിലെ ഈ പറയുന്ന പോയിന്റിലെ എക്സും വൈൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക, ഈ ലൈനിലെ എക്സും വൈന് പകരമായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അപ്പോൾ ഈ 5x ആയിരുന്നു, അപ്പോൾ 5x + ky - 3 = 0 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് *1, അപ്പോൾ 5 × 1 പ്ലസ് k × വൈൻ്റെ സ്ഥാനത്ത് 1, അതായത് 1,1. അപ്പോൾ 5 × 1 + k × 1 - 3 = 0, അല്ലെങ്കിൽ 5 + k = 3, k = 3 - 5, 3 × 5 കുറച്ചാൽ എത്രയാണ്, -2. അതാണ് k = -2. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അറിയുന്ന 2 ലൈൻ സോൾവ് ചെയ്യുക, കോമൺ ഇൻ്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുക, അത് നമ്മളെ അറിയാത്ത ലൈനിൽ ഇട്ട് കൊടുക്കുക, കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇതിൽ നോക്കി നോക്കാം. എക്സാമ്പിൾ 12, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ. ഒരു ലൈൻ വന്നിട്ടുണ്ട് 4x - y = 0 ഫ്രം ദ പോയിന്റ് P41 മെഷേർഡ് അലോങ് ദ ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ 135. അപ്പോൾ കുറച്ച് ഡാറ്റ വന്നിട്ടുണ്ട്, ഒരു ലൈൻ വന്നിട്ടുണ്ട്, ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ആംഗിൾ വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ ദ ലൈൻ 4x - y = 0 ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ 1 ഫ്രം പോയിന്റ് P1. അപ്പോൾ ഇതിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അലോങ് അനദർ ലൈൻ വി ഹാവ് ടു ഫൈൻഡ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇത് ആക്ച്വലി ഫിഗർ വരക്കുന്ന സമയത്ത് നമ്മൾ x ആക്സിസ് y ആക്സിസ് വരച്ച് നമ്മൾ ഇപ്പോൾ 4x - y എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഈ -y അപ്പുറത്തേക്ക് പറഞ്ഞാൽ 4x = y, അല്ലെ y = 4x. y = 4x എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ y = x എന്ന് പറയുന്ന മാതിരിയല്ല. അപ്പോൾ ഇപ്പോൾ y = x എന്ന് പറയുന്ന മാതിരി ഒരു സ്ട്രേറ്റ് ലൈൻ ത്രൂ ഒറിജിൻ ഇങ്ങനെ പോകുന്നുണ്ട്, വേറൊരു ലൈൻ ഇങ്ങനെ ഇതിനെ ഇൻ്റർസെക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ
ആക്ച്വലി ഈ പോയിന്റ് നമുക്ക് അറിയുന്നില്ല, നമ്മളിത് ആക്ച്വലി കണ്ടുപിടിക്കും. ഈ പോയിന്റ് ഇതിൽ ഏതോ ഒരു പോയിന്റ് പി, ഇത് ആക്ച്വലി ഇവിടെ തന്നെ വരണമെന്നൊന്നുമില്ല, വേണ്ടിക്ക് ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം, നമുക്കറിയില്ല അത് ഇവിടെ വേണ്ടിക്ക് വരാം. തൽക്കാലത്തേക്ക് ഇവർ ഇവിടെ ഡോട്ട് കൊടുത്തിട്ടില്ല P4 1. പിന്നെ അത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്, അതായത് മെഷർ ഓഫ് ഇൻക്ലിനേഷൻ, അതായത് ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രി. അതിനെ റേഡിയനിലേക്ക് മാറ്റുന്ന സമയത്ത് എത്ര 3π/4. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരണോ ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് എല്ലാം. അപ്പോൾ എന്താ, വി ഹാവ് ടു പോയിന്റ്, ഈ രണ്ട് ലൈൻസ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, നമുക്ക് നിർബന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഇൻ്റർസെക്ഷൻ പോയിന്റ്. ഇത് നമുക്ക് അറിയില്ല, ഇത് ഇവിടെ എഴുതി വെച്ചിട്ട് ഇത് അപ്പോൾ കിട്ടിയെന്നല്ല അർത്ഥം. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ 1,4 നമുക്ക് അറിയില്ലായിരുന്നു, നമുക്ക് അറിയില്ല എന്ന് ഇത് ഇവിടെ ഇത് ഇല്ല എന്നങ്ങ് എസ്യൂം ചെയ്യുക. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ പറയുന്ന ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഫോർ ദിസ് പർപ്പസ് വീൽ ഫസ്റ്റ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ലൈൻ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ആംഗിൾ എല്ലാം കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ടാൻ തീറ്റ വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കില്ല. M= ടാൻ തീറ്റ അല്ലേ, ഒരു കാര്യം ചെയ്യാം. M= ടാൻ തീറ്റ. അപ്പോൾ ടാൻ എത്ര 135. നമുക്കറിയാം 135 ഡിഗ്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ എന്താണ് -1 വരിക. നിങ്ങളത് സ്റ്റാൻഡേർഡായിട്ട് പഠിച്ചിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. M=-1. ഇനി അടുത്തത് അത് സ്ലോപ്പ്, ഇതിൻ്റെ സ്ലോപ്പ് കിട്ടി M= അല്ലെങ്കിൽ ഇതിപ്പോൾ ലൈൻ L1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ M1=-1 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്ലോപ്പ് കിട്ടി. ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിത്ത് സ്ലോപ്പ് -1 എന്നാണ് ത്രൂ ദ പോയിന്റ് 4,1 ഈസ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതുക, അതായത് y-y1 = m × x-x1. ഏത് പോയിന്റ് സ്ലോപ്പ് ഫോർമാറ്റ് അല്ലെ, പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ y-y1 ഇവിടെ എന്താ സ്ഥാനത്തുള്ളത്, ഇതാ 1 = എന്താണ്, m എന്ന് പറയുന്നത് -1 × x- എത്രയാ 4. ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ y-1 = -x + 4. അപ്പോൾ ഇതിപ്പോൾ x + y, ഇതിപ്പോൾ -5 ഇതാ x + y - 5 = 0 എന്ന് പറയുന്നത് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാ ഇനി നമുക്ക് രണ്ട് ലൈൻ കിട്ടി. ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ y = 4x, രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് x + y - 5 = 0. ഇനി എന്ത് ചെയ്യുക, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ y, ഇവിടെ ഒരു y ഉണ്ടല്ലോ, അതിൻ്റെ പകരം ഈ 4x ഇട്ട് കൊടുക്കുമ്പോൾ 4, അതായത് x പ്ലസ് എന്താണ് y-ന് പകരം 4x - 5 = 0. എന്ത് ചെയ്യുക, ഈ അതായത് 1 ചക്ക + 4 ചക്ക എന്ന് പറയുന്നത് 5 ചക്ക. 5 ചക്ക = ഇതിനപ്പുറത്തേക്ക് പറഞ്ഞു വെച്ചാൽ 5. അപ്പോൾ x = 5/5 = 1. യെസ്, വി ഗോട്ട് x = 1. x = 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ x = 1 ഒരു കാര്യം ചെയ്യാം, x + y - 5 = ഇതല്ല. അപ്പോൾ ഈ x-ന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 + y - 5 = 0. 1 - 5 എത്രയാണ്, -4. ലൈക്ക് y - 4 = 0, y = 4. ഇങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ പറയുന്ന പോയിന്റ് 1,4 എന്ന് കിട്ടുന്നത്. നമ്മൾ സോൾവ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് ഇവിടെ ഓൾറെഡി കൊടുത്തെന്ന് വെച്ചിട്ട് അയ്യോ ആൻസർ കിട്ടിയെന്നല്ല. നമുക്കിങ്ങനെ എന്താ പറയുക, ഡിറൈവ് ചെയ്തിട്ട് എടുത്തെത്തിക്കുക. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല സാധനം സ്റ്റാറ്റിക്കൽ, ഇത് ഡൈനാമിക് ഒന്നല്ല. നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നതിനാണ് കയറ്റ് വാല്യൂ അപ്പോൾ ബൂം എന്താ പറയുക ഇങ്ങനെ പൊന്തി വരുന്നൊന്നും. അവർക്ക് ആ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊരു എന്താണ് 2D ടെക്സ്റ്റ് ബുക്ക്, ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവർ ഓൾറെഡി ആൻസർ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. നമ്മളത് കണ്ടിട്ട് എന്ത് വിചാരിക്കരുത്, അയ്യോ ഇതിവിടെ ഓൾറെഡി കൊടുത്തതാണല്ലോ അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കണം. പക്ഷേ ഇത് കൊടുത്തിട്ടില്ല, ഇത് നമ്മളിപ്പം കണ്ടുപിടിച്ചതാ. ഇതാ ഈ സോൾവിങ് ദ ഇക്വേഷൻസ് വി ഫൗണ്ട് x = 1 and y = 4 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ഇതാ നൗ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ L ഫ്രം ദ പോയിന്റ് P അലോങ് 2 ഈസ് എന്താണ്, നിങ്ങളപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ ഇത് എന്താണ് y = 4x, ഈ പറയുന്ന L2 എന്ന് പറയുന്ന ലൈന് അത് മുതൽ ഇത് ഇവിടുത്തെ വരെ ഇത്ര ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ലൈക്ക് നിങ്ങൾ ആലോചിച്ചേക്കാം, വിഷ്വലൈസേഷൻ വരട്ടെ. ഇതിൽ കൂടി ഈ പോയിന്റ് കൂടി ഏത് ലൈനും കൂടി പാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നാമത്തെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ ഡിസ്റ്റൻസ് ഇത് ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വരെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രണ്ട് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഇത് കണ്ടുപിടിച്ചാൽ മതി. അതായത് 1 - എന്താ പറയുക x1 - അതായത് x2 - x1 the whole square plus y2 - y1 the whole square, അതായത് 1 - 4 the whole square പ്ലസ് എന്താണ് 4 - 1 the whole square. അപ്പോൾ എന്ത് വരും, എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ -3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 + 9. അപ്പോൾ √18 വരും. √18 എന്ന് പറയുന്നത് നമുക്ക് 9 × 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക 3√2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതായിരിക്കും 3√2 യൂണിറ്റ്സ് ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതൊക്കെ വളരെ ഇതും കുറച്ച് സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടല്ലോ, പക്ഷേ കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പൊതുവെ എന്താ പറയുക, വെറുതെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ കാണുന്ന ഇക്വേഷൻ എടുത്ത് ആൻസർ ഇടുന്ന അതുപോലത്തെ ക്വസ്റ്റ്യൻ അല്ല ഇത്. എന്തായാലും കുറച്ചൊരു നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് കുറച്ചൊരു വിഷ്വലൈസേഷൻ വേണം, എങ്ങനെയാണ് ലൈൻസ്, അപ്പോൾ എങ്ങനെയാണ് എന്താ പറയുക, അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അപ്പോൾ എന്ത് കത്തണം, ഈ പോയിന്റ് കണ്ടുപിടിക്കണം എന്നില്ല കാര്യം, ആ ഒരു ബോധം നമ്മളെ മൈൻഡ് കത്തണം, എന്നാലേ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക, എക്സാമ്പിൾ 13. അസ്യൂമിങ് ദ സ്ട്രേറ്റ് ലൈൻസ് വർക്ക് ആസ് എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിറർ ഒരു പോയിന്റിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയിൻ മിററാണ്. നമ്മൾ പ്ലെയിൻ മിറർ നമ്മൾ കണ്ണാടിയിലെല്ലാം നോക്കുന്ന സാധനം പ്ലെയിൻ മിറർ ആണല്ലോ.
പ്ലെയിൻ മിറർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫോർ എ പോയിന്റ്. ഫൈൻഡ് ദ ഇമേജ്. ഇത് നിങ്ങൾ ഇമേജിന് അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അധികം ചെയ്തിട്ടുണ്ടാവില്ല. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ പോയിന്റ് 1 2 ഇൻ ദ ലൈൻ x-3y + 4 = 0. ഈ ഇമേജിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ അധികം പ്രോബ്ലംസ് ചെയ്യാൻ വഴിയില്ല. എൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ പ്രോബ്ലംസ് ചെയ്ത് കുറവായിരിക്കും. ലെറ്റ് Q h, k is the image of the point P1 2 in the line. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കി നോക്കിയതാ, ഇതിങ്ങനെ എന്താണ് നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ്, പിന്നെ ഈ പറയുന്ന നമ്മളെ ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താണ് x-3y + 4 = 0. ദി ഇമേജ് ഓഫ് ദ പോയിന്റ് ഇതിങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത്, നിങ്ങൾക്ക് ചെരിഞ്ഞ പോലെ തോന്നുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു എന്താണ് മിററാണ്. ഈ പറയുന്ന പോയിന്റ് നോക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടില്ല, ഇതിങ്ങനെ കുത്തന്നെ നിൽക്കുന്നൊരു മിററാണ്. അതായത് നിങ്ങൾ ഇതിങ്ങനെ നോക്കേണ്ടി വരും. ഈ പറയുന്ന ആംഗിൾ നോക്കുന്ന സമയത്ത് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ദിസ് ഇസ് എ സ്ട്രേറ്റ്, ഇങ്ങനെ ഒരു നിൽക്കുന്ന എന്താ പറയുക 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു മിററാണ് അത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിന് നേരെ താഴെ, ഈ ലൈനിൻ്റെ നേരെ താഴെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, Q എന്ന് പറഞ്ഞിട്ട് h, k നമ്മളെ എന്താണ് ഇമേജ് എടുക്കുക. ഇത് P1 2 അറിയാം, ഇത് അതിൻ്റെ Q. അപ്പോൾ ഈ Q h, k നമ്മൾ കണ്ടുപിടിക്കണം. ദെയർഫോർ ലൈൻ L1 is perpendicular to the perpendicular bisector of segment PQ. ഇതെന്തിന് പെർപെൻഡിക്കുലർ? ഇതാ 90 ഡിഗ്രി. ഇത് കറക്റ്റ് നമ്മൾ കുത്തനെ വരച്ചപ്പോൾ നമുക്ക് PQ എന്ന് പറയുന്ന ലൈൻ ബൈസെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ നേരെ എന്താണ് ഈ പറയുന്ന ഈ x-3y + എന്താ പറയുക 4 = ഈ L1 എന്ന് പറയുന്ന ലൈൻ എന്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്? ഈ PQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ വരച്ചത് 2 പോയിന്റ്സ് കൂട്ടി യോജിപ്പിക്കുന്ന വരേനെ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് പഠിക്കുന്ന ഏത് ക്ലാസ്? 6ാം ക്ലാസ്. അപ്പോൾ അതിൻ്റെ ബൈസെക്ടർ പോലെ ഇത് പാക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 90 ഡിഗ്രി ഇങ്ങനെ കറക്റ്റിങ് കാണുന്നുണ്ട്. ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാം. എടുത്തെങ്കിലും നമുക്ക് എത്തുമോ നോക്കാമല്ലോ. അതായത് ഹിയർ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പെർപെൻഡിക്കുലാരിറ്റീൻ്റെ ഒരു കണ്ടീഷൻ പഠിച്ചായിരുന്നു. അതെന്താ? ദെൻ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്സ് ഇസ് -1 ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ലോപ്പ് ഓഫ് PQ നമുക്കൊരു M1 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ M1 കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, ഈ പറയുന്ന M2 താഴെ പറഞ്ഞേക്കുക, താഴെ പാതാളത്തേക്ക് ചവിട്ടിയിടുക. -1/m2. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ -1 / സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഈ പറയുന്ന ഈ PQൻ്റെ ലൈൻ എന്ന് പറയുമ്പോൾ ഇത് PQ, ഇത് P നമുക്ക് 1 2 അറിയാം, Q നമുക്ക് അറിയില്ല. അത് ഈ മിറർ ഇമേജ് PH എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ QH എന്നായിരുന്നു കൊടുത്തത്? h, k. h, k കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ലൈനിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? സ്ലോപ്പ് ഒരു ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? x-3y + 4. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്തായാലും കിട്ടും. ഏത്? -b/a. -b/a ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഈ പറഞ്ഞ -3/1 ആണല്ലോ. അങ്ങനെ തന്നെയല്ലേ? -3 -a/b ആണോ? നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ഇതിപ്പോൾ -1 / സ്ലോപ്പ് ഓഫ് x-y + 3. അപ്പോൾ എന്താ ഈ പറയുന്ന ഇതിങ്ങനെ പോയിന്റ് ഉണ്ട് PQയിൽ. ഇത് 1 2. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? h, k സിമ്പിൾ y2 - y1, അതായത് k -2 ഡിവൈഡഡ് ബൈ h - 1, y2 - y1 ഡിവൈഡ് ബൈ x2 - x1 ഈക്വൽ -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഇതിൻ്റെ വരുന്നത് 1/3 ആണ്. എനിക്ക് തോന്നുന്നു a/b ആണെന്ന് തോന്നുന്നു വരും. അങ്ങനെ ആകുമ്പോൾ ഇത് a, ഇത് b കോവിഷൻ. അപ്പോൾ മൈനസ് ഓഫ് ഈ പറഞ്ഞ എന്താണ് ഇത് a ഡിവൈഡഡ് ബൈ b അല്ല, അപ്പോൾ 1/3. അപ്പോൾ ഈ പറയുന്ന 1/3 വരുന്ന സമയത്ത് താഴെ എന്തുണ്ട്? ഇവരെന്താ ഉള്ളൊരു ചെയ്തേടാ, അത് സാരമല്ലോ കേട്ടോ. നമുക്ക് ഈ ഇന്നലെ സ്ലോപ്പ് എന്താണ് 1/3 കിട്ടിയിട്ടുണ്ട്. ഇതിനി മുകളിലേക്ക് പോകുന്ന സമയത്ത് -3 എന്ന് വരും. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ കിട്ടും 3h + k = 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ പറഞ്ഞിട്ട് കിട്ടും. അടുത്തത് മിഡ് പോയിന്റ് ഓഫ് Q, അതായത് PQൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? 1 2 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് പോയിന്റ് ഫോർമുല x1 + x2 1 + h ഡിവൈഡ് ബൈ 2, y1 + y2 k + 2 ഡിവൈഡ് ബൈ 2. അതാണ് ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും C' ഇവിടെ നിന്ന് അവിടെ കൊടുത്തിട്ടില്ലത്, ഇവിടെ നിന്നും കൊടുത്തില്ല. നമുക്ക് C' എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. അപ്പോൾ h + 1 ഡിവൈഡ് ബൈ 2, h + 1 ഡിവൈഡ് ബൈ 2, k + 1 ഡിവൈഡ് ബൈ 2. എന്താണ്? ഇതിപ്പോൾ എന്താണ്? ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ്. ദിസ് വിൽ സാറ്റിസ്ഫൈ ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് ഇതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ മിഡ് പോയിന്റ് ഇപ്പോൾ h + 1 ഡിവൈഡ് ബൈ 2, ഇത് k + 2 ഡിവൈഡ് ബൈ 2. നമുക്ക് എന്ത് ചെയ്യുക? ഇഫ് എ പോയിന്റ് ഇസ് ഓൺ എ ലൈൻ, എന്താണ് ദാറ്റ് പോയിന്റ് സാറ്റിസ്ഫൈ ദാറ്റ് ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യുക? ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന എന്താണ്
ആ ഒരു പോയിന്റ് നമ്മളെ ലൈനിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അൺനോൺ കെ വാല്യൂ കണ്ടുപിടിച്ച് ഓർമ്മയുണ്ട് നമ്മൾ ഒന്നാമത് ചെയ്ത ക്വസ്റ്റനിൽ. അതേപോലെ എന്ത് ചെയ്യുക, ഈ എക്സും വൈന് പകരം ഇവിടെ എക്സും വൈയില്ല, അതിൻ്റെ പകരം ഈ h+1/2 k+1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതന്നെയാണ് ദാറ്റ്സ് ദ വേ ഫോർവേഡ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാ h+1/2 മൈനസ് 3 ഇൻറ്റു നമ്മളെ ഇക്വേഷൻ ആലോചിക്കുക x-3y + 4 ആണ്. അപ്പോൾ എക്സിനകത്ത് h+1/2 മൈനസ് 3 ഇൻറ്റു k+2/2 + 4 = 0. അല്ലെങ്കിൽ ഇത് എന്താ ചെയ്യുക, എനിക്ക് തോന്നുന്നൊരു കംപ്ലീറ്റ് ഒരു ത്രൂ ഔട്ട് ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ h+1 ഇത് 2 ക്യാൻസലായി, മൈനസ് ഇവിടെ 2 × 2 ക്യാൻസലായി, എന്താണ് 3k + 6 + 4 = 0. ഇതിപ്പോൾ എങ്ങനെയാണ് വരിക, h-3k = ഇതിപ്പോൾ 5 വരും, -1 -3. ഓക്കെ, ഇതായിരിക്കും നമ്മൾ ഇക്വേഷൻ. നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് h-3k = -3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. സോൾവിങ് 2 and 3 നമുക്ക് എന്ത് കിട്ടും? ഓക്കെ നമുക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. 3h പ്ലസ് ഇവിടെ എന്താ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. 3h + k = 5 ഇത് ഒരു ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക. പിന്നെ നമ്മളിപ്പം കണ്ടുപിടിച്ച ഇക്വേഷൻ h-3k = -3. ഇതൊന്നും ഞാൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം LKG ലെവൽ, ഇതെല്ലാം നിങ്ങൾ 8ാം ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്ത് ചെയ്യുക, നമ്മളെ ഇവിടെ ഒരു 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 3h - 9k = -9 വരും. എന്ത് ചെയ്യുക, ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് h ഉം k ഉം കണ്ടുപിടിക്കുക. അത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല, അതെല്ലാം LKG ലെവൽ, അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, h = 6/5 എന്നും k = 7/5 എന്നും കിട്ടി. ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ട. ഈ h, k എല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇമേജ്. അപ്പോൾ ഇമേജ് ഓഫ് ദ പോയിന്റ് 1, 2 ഇൻ ദ ലൈൻ എന്താണ്, L1 is 6/5, 7/5. ഈസി, അത്രയേ ഉള്ളൂ. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് സമയം ഉണ്ടെങ്കിൽ അടുത്തത് കൂടി ഡിസ്കസ് ചെയ്യാം. എ ലൈൻ ഈസ് സച്ച് ദാറ്റ് ഇറ്റ് സെഗ്മെൻറ്റ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഒരു ലൈൻ ഉണ്ട്, അതിൻ്റെ സെഗ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 5x - y + 4 = 0, 3x + 4y - 4 = 0 is bisected at the point. നമുക്ക് ആ ഫിഗർ നോക്കി ഇത് വെറുതെ ഇങ്ങനെ തിയറി വായിച്ചതിനെ കൊണ്ട് കാര്യമില്ല. 3x + 4y - y നേരിടുന്ന ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ലീനിയർ ഇനീക്വാലിറ്റീസ് പ്രകാരം ആ പോയിൻ്റൊക്കെ കറക്റ്റ് പ്ലോട്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്, വെറുതെ ഇവർ വരക്കുന്നതല്ല. അതേപോലെ ഈ 5x - y + 4 = 0 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൈന്. അതേസമയം എ ലൈൻ ഇസ് സച്ച് ദാറ്റ് ഇറ്റ് സെഗ്മെൻറ്റ് ഇസ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 2 ലൈനിൻ്റെ നടുക്കാണ് വരുന്നത്. അപ്പോൾ ഒപ്റ്റൈൻസ് ആ ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, 2 ലൈൻസ് L1 L2 ചെയ്താൽ L1 ഈ L2 ഞാൻ 2 എഴുതിയിട്ടുണ്ട്. ലെറ്റ് ദ റിക്വയർഡ് ലൈൻ ഇൻ്റർസെക്ട് ദ ലൈൻ 1 and 2 അറ്റ് ദ പോയിന്റ്സ് α1, β1 and α2, β2. ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോയിന്റ് α2, β2 നമ്മൾ ഈ പറയുന്ന ഇങ്ങനെ പാസ് ചെയ്യുന്ന ലൈന് ഏതാ ലൈനത്, ഇവിടെ പോയി നമ്മൾ α1, β നമ്മളിങ്ങനെ പാസ് ചെയ്യുന്നൊരു ലൈന് ഇങ്ങനെ തട്ടി ഈ പറയുന്ന ഈ രണ്ടാമത്തെ ലൈനിലും തട്ടുന്നുണ്ട്, മുകളിൽ പോയി ഇവിടെയും തട്ടുന്നുണ്ട്, രണ്ടിനും ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് മുകളിൽ കാണിച്ച് ഇൻ്റർസെക്ട്, ഇത് കുറച്ചും താഴെ കാണിച്ച് ഇൻ്റർസെക്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് α1, β1, രണ്ടാമത്തെ ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്നതാണ് α2, β2. നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് therefore എന്ത് ചെയ്യുക, ഈ പറയുന്ന ഈ ഇക്വേഷൻസ് അല്ലെ ഇതിപ്പോൾ x1 അല്ലെ xy, ഇത് xy, നമുക്ക് ഈ എക്സും വൈയും ഈ പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് പകരം നമുക്ക് α1, വൈന് പകരം β1. അതേപോലെ ഈ പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന് പകരം α2, വൈന് പകരം β2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 5 × x പകരം α1 മൈനസ് വൈന് പകരം β1 + 4 = 0 നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അടുത്തത് 3 × α2 + 4 × β2 - 4 = 0. അപ്പോൾ ഈ റിലേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ പറയുന്ന 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടുന്നതാണല്ലോ നമ്മൾ പഠിച്ചത്. സോൾവിങ് 2 ലൈൻസ് ഗിവ്സ് ദ കോമൺ ഇൻ്റർസെക്ഷൻ പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇതിനൊരു 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ആണോ, ഇതിനൊരു 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ആണോ. അപ്പോൾ എന്ത് ചെയ്യും, കോഫിഷ്യൻ്റ് ഈ ആൽഫാൻ്റെ കോഫിഷ്യൻ സെയിം ആവും, പക്ഷേ ആൽഫേൻ്റെ കോഫിഷ്യൻ്റിൽ ഓക്കെ റിലേഷനെ കിട്ടും, നമുക്ക് എന്താ പറയുക വാല്യൂ കിട്ടൂല. അപ്പോൾ α1, β1, α2, β2 ഇതിൻ്റെ ടേംസ് തമ്മിലൊരു റിലേഷൻ കിട്ടും. അതായത് റിലേഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ β1 = 5α1 +4. ഇതെങ്ങനെ കിട്ടിയത്, ഈ -β ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ β1 = 5α + 4, 5α1 + 4 അത് ഫസ്റ്റ് റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ β2 = ഇപ്പോൾ 4β2 ഇത് -4 അപ്പുറത്ത് പോകും +4 അപ്പോൾ 4 - 3α2 ആയിരുന്നു. അപ്പോൾ അത് 4β. അപ്പോൾ ഈ β2 അല്ലേ വേണ്ട, ഈ β2നെ കിട്ടണമെങ്കിൽ 4നെ താഴെ പറഞ്ഞേക്കാം. അപ്പോൾ എന്താ 4 - 3α2 / 4 ഇതായിരിക്കും നമ്മളെ β2ൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്.
ആൽഫ എന്താ പറയുക ബീറ്റ വണ്ണും കിട്ടി ബീറ്റ ടൂവും കിട്ടി. ഇനി എന്താ ചെയ്യുക? വി ആർ ഗിവൺ ദാറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സെഗ്മെന്റ് ഓഫ് ദ റിക്വയർഡ് ലൈൻ ബിറ്റ്വീൻ ആൽഫ വൺ ബീറ്റ വൺ ആൻഡ് ആൽഫ ടു ബീറ്റ ടു ഇസ് 1.5. ആ ഇതിൻ്റെ മിഡ് പോയിന്റ് ഇതാ. ഈ നമ്മൾ ഈ ഇൻ്റർസെക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുന്നില്ല, ഇത് കുറച്ച് മുകളിലോട്ട് ഇൻ്റർസെക്ട് ചെയ്ത് ഇവിടെ ഇൻ്റർസെക്ട്, ഇതിൻ്റെ ഈ പറയുന്ന ലൈനിൻ്റെ ഈ കണ്ടുപിടിക്കേണ്ട ഇക്വേഷന് ഈ പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ മിഡ് പോയിന്റ് എത്ര തന്നിട്ടുണ്ട്? 1.5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ട്? നമുക്ക് നോക്കി നോക്കാം. നമുക്ക് മറ്റേ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് നോക്കാം. അതായത് ഇതിപ്പോൾ 2 പോയിന്റ്സ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 ഡിവൈഡ് ബൈ 2, അതാണല്ലോ x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2. അതപ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കും? ഓൾറെഡി ഇവിടെ മിഡ് പോയിന്റ് തന്ന സ്ഥിതിക്ക് നമുക്ക് അതിന് 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതേപോലെ ബീറ്റ 1 പ്ലസ് ബീറ്റ 2 y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 എന്തിന് ഈക്വലാണ്? 5-ന്. നമ്മൾ റിവേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് പൊതുവേ നമ്മൾ 2 പോയിന്റ് തന്നിട്ട് അത് വെച്ചിട്ട് മിഡ് പോയിന്റ് കണ്ടുപിടിക്കില്ല. ഇവിടെ ഓൾറെഡി മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മിഡ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ അറിയാത്ത എന്ത് കണ്ടുപിടിക്കാൻ പോകുന്ന മറ്റേ നമ്മളെ ഈ പറയുന്ന ഈ പോയിന്റുകൾ അറിയാത്ത അൺനോൺ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന. അപ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇസിക്കൽ 1 വന്നിട്ടുണ്ട്. ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഡിവൈഡ് ബൈ 2 ഇസിക്കൽ 5 വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് പറയുന്നത് ഈ 2 അപ്പുറത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ 2 വരും. അതേപോലെ ബീറ്റ 1 പ്ലസ് ബീറ്റ 2 എന്ന് പറയുന്നത് എന്താണ്? 10 വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിങ്ങനെ കിട്ടിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ബീറ്റ 1ന് പകരം ഇവിടെ നമുക്ക് റിലേഷൻ ഉണ്ടല്ലോ 5 ആൽഫ 1. അപ്പോൾ ബീറ്റ 1ന് പകരം 5 ആൽഫ 1 പ്ലസ് ബീറ്റ 2ന് പകരം നമ്മൾ എന്ത് ചെയ്തത്? 4 മൈനസ് ഓക്കെ അല്ല ഓക്കെ ഇത് 5 ആൽഫ 1 പ്ലസ് 4 ഉണ്ട്. ഓക്കെ അത് ഉണ്ട്. 5 ആൽഫ 1 പ്ലസ് 4 ആണ് ബീറ്റ 1 വാല്യൂ. പ്ലസ് ഈ ബീറ്റ 2ൻ്റെ വാല്യൂ 4 മൈനസ് 3 ആൽഫ 2 ഡിവൈഡ് ബൈ എന്താണ് 4 ഈക്വൽ ടു എത്ര? 10. നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 5 × 2 10. നമുക്കപ്പോൾ റിലേഷൻ ഇതെല്ലാം കംപ്ലീറ്റ് ഈ ആൽഫേൻ്റെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽഫേൻ്റെ ടേംസിൽ 2 റിലേഷൻ കിട്ടും. ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 20 ആൽഫ 1 മൈനസ് 3 ആൽഫ 2 ഈക്വൽ 20. ഇതിപ്പോൾ ആൽഫൻ്റെ ടേംസിൽ മാത്രമല്ല. അപ്പോൾ എന്താ? സോൾവിങ് ഇക്വേഷൻ 3 ഫോർ ആൽഫ 1 ആൻഡ് ആൽഫ 2. അപ്പോൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ എന്താണ്? 2 വേരിയബിൾസ് മാത്രമല്ല. ഇവിടെ നിങ്ങൾ നോക്കി നോക്കും, ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട്. ആൽഫ 1 ബീറ്റ 1 ആൽഫ 2 ബീറ്റ 2. ഇത് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ്. സോൾവ് ചെയ്യാൻ പറ്റൂല എന്നല്ല, പക്ഷേ കുറച്ചധികം മെനക്കുകളുണ്ട്. അത് കുറച്ചും കൂടി ഹയർ ഓർഡർ മാത്തമാറ്റിക്സ് അറിയെങ്കിൽ ഇത് ചെയ്യാനാവും. അതും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ വേരിയബിളിനെ റെഡ്യൂസ് ചെയ്തിട്ട് 2 വേരിയബിളിലേക്ക് എത്തിച്ച് ആൽഫ 1 ആൽഫ 2 2 വേരിയബിൾസ് ആക്കില്ല, എക്സും വൈയും പോലെ. അപ്പോൾ എന്ത് ചെയ്യുക? എക്സും വൈ കണ്ടുപിടിക്കുന്നില്ല. നോർമലി 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ആൽഫ 1 ഈക്വൽ ടു 26/23, ആൽഫ 2 ഇസിക്കൽ 20/23. അപ്പോൾ ആ പറയുന്ന റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏത് ഇക്വേഷനിൽ ഇത് ഇട്ട് കൊടുക്കുക? ഈ 5 ആൽഫ 1 മൈനസ് ബീറ്റ 1 പ്ലസ് 4 എന്ന് പറയുന്ന ഇക്വേഷനിൽ അവിടെ നമുക്ക് ആൽഫ 1ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ബീറ്റ 1 കിട്ടും. അതേപോലെ ഈ 3 ആൽഫ 2 പ്ലസ് 4 ബീറ്റ 2 മൈനസ് 4 ഇല്ല, അവിടെ അതിൻ്റെ സ്ഥാനത്തല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ബീറ്റ 1 ഇസിക്കൽ 5 ആൽഫ 1. അപ്പോൾ ഇവിടെ ഈ ആൽഫ 1ൻ്റെ വാല്യൂ ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ പ്ലസ് 4 ചെയ്യണം. പിന്നെ ബീറ്റ 2 ഇസിക്കൽ 4 മൈനസ് 3 ഇൻറ്റു ഇവിടെ 3 ആൽഫ 2 എത്ര ഇട്ട് 20/23 ഡിവൈഡഡ് ബൈ 4. ഇതെല്ലാം കാൽക്കുലേറ്റർ ചെയ്യേണ്ട പണിയാണ്. ഇതൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട പണിയല്ല, കാൽക്കുലേറ്റർ ചെയ്തോളാം. അപ്പോൾ എന്താ? ബീറ്റ 1 ഇസിക്കൽ ടു 5 ഇൻറ്റു 26/23, അതാണ് ആൽഫ 1 പ്ലസ് 4. അപ്പോൾ നമുക്ക് ബീറ്റ 1-ന് ഒരു വാല്യൂ കിട്ടും, അതാണ് 222/23. അതേപോലെ വരുന്ന ബീറ്റ 2 എന്താ കാണിക്കാത്തത്? ഓക്കെ, ബീറ്റ 2 തൽക്കാലത്തെ കാണിച്ചില്ല, അത് പോട്ടെ, അതിന് ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ പാസിംഗ് ത്രൂ 1.5 ആൻഡ് ആൽഫ 1. ഇത് ആവശ്യമില്ല കേട്ടോ എന്ന് പറയേണ്ടത്. 2 പോയിന്റ് മതി, അതായത് 1.5 പിന്നെ അതേപോലെ ഈ പറയുന്ന ഒരു പോയിന്റ് മതി, ആൽഫ 1 ബീറ്റ 1. അതുകൊണ്ട് മറ്റേ പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആൽഫ 1 ബീറ്റ 1 കിട്ടിയാൽ തന്നെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഓൾറെഡി ഇവിടെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ഈ പറയുന്ന m നമുക്ക് വേണ്ടി സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. m ഇസ് ഈക്വൽ ടു y2 മൈനസ് y1. y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആൽഫ 1-ന് പകരം 26/23 ഈ പറയുന്ന ബീറ്റ 1-ന് 222 ഡിവൈഡ് ബൈ 23. അപ്പോൾ നമുക്ക് എന്താ? m ഇസ് ഈക്വൽ ടു y2 മൈനസ് y1. ഇതിപ്പോൾ x1 y1 x2 y2. അപ്പോൾ y2 222 ഡിവൈഡ് ബൈ 23 മൈനസ് y1 5 ഡിവൈഡഡ് ബൈ ഇവിടെ പോയി 26/23 മൈനസ് എത്രയാണ്? 1. ഇവരിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ y മൈനസ് 5 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. y മൈനസ് എടുപ്പോൾ ഈ 5 y മൈനസ് y1 ഈക്വൽ ടു x മൈനസ് 1 x മൈനസ് x1 y മൈനസ് y1 ഇൻറ്റു x മൈനസ് x1 m ഇൻറ്റു x മൈനസ് x1. ഇതെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്ന ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചോളൂ, വാല്യൂ കണ്ടുപിടിച്ചോളാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ മൊത്തം റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 107x മൈനസ് 37 അല്ല 3y മൈനസ് 92 കിലോ സെരിയസ്. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, A+ ലെവൽ ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആയത്, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ.
അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. നമുക്കിനി എന്ത് ചെയ്യാം, സമയം ഇനിയും ബാക്കിയുണ്ട്, ഒരു 6 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഇനിയും സമയമുണ്ട്, ഇതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പോകും, നമുക്ക് തീർത്ത് കളയാം. നമ്മൾ വേറെ ലെവലാണ് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഷോ ദാറ്റ് പ്രൂഫാണ് ചോദിച്ചിരിക്കുന്നത്. പാത്ത് ഓഫ് എ മൂവിങ് പോയിന്റ് സച്ച് ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസസ് ഫ്രം 2 ലൈൻസ് 3x - 2y = 5 ആൻഡ് 3x + 2y = 5 ആർ ഈക്വൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഒരു മൂവിങ് പോയിന്റിൻ്റെ ഡിസ്റ്റൻസ്, രണ്ട് ലൈനിലെ ഡിസ്റ്റൻസ് എന്താണ്, ഈക്വൽ ആണ്. അതെന്തായിരിക്കും, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ സ്ട്രേറ്റ് ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ലൈൻസ് അങ്ങ് എഴുതി കൊടുക്കും. L1 L2, ലൈൻ 1 ലൈൻ 2. ലെറ്റ് h, k ബി എനി പോയിന്റ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം ലൈൻ L1 ആൻഡ് L2 ആർ എന്താണ്, നമ്മൾ ഈ പറയുന്ന ഒരു മൂവിങ് പോയിന്റ് അല്ല, അത് നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്ത്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട്, ഇമാജിനറി പോയിന്റ് ആയിട്ട് h, k ആയിട്ട് അസ്യൂം ചെയ്ത്, ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരലൽ അല്ല ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ നമ്മളെ എന്താണ് പോയിന്റ് ലൈനും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇത്, AX - BY എന്താണ് പ്ലസ് സി, അല്ല AX + BY + C ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡ് ഡിവൈഡഡ് ബൈ √(a² + b²). ഈ അത് ഈക്വേഷൻ എഴുതുക. അതായത് ഡിസ്റ്റൻസ് പറയുമ്പോൾ പോയിന്റ് ടു ലൈൻ എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് AX + BY + C ഡിവൈഡഡ് ബൈ √(a² + b²). ഇങ്ങനെ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റിവൈസ് ചെയ്തോന്നല്ലേ, ഞാൻ ഈ പാഠം എന്താ പറയുക, കുറേ ഞാൻ 2 കൊല്ലം ഞാൻ ഈ പാഠം പഠിച്ചിട്ട്, പക്ഷേ എനിക്കിപ്പോഴും ഈ ഇക്വേഷനിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, A, B എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ലൈൻസിൻ്റെ A, B, C എന്ന് പറയുന്നത് ലൈൻസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് തോന്നുന്നു. അതായത് ഇതാകെ ലൈൻസിൽ ഏകദേശം സെയിം ആണ്. 3x ആകെ ഒരു മൈനസും പ്ലസിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ABC എന്ന് പറയുന്നത്, A എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3, B എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് അത് 3 -2, അതേപോലെ C എന്ന് പറയുന്നത് 5, അല്ല C അല്ല മൈനസ്, കാരണം ഇതിന് ഇപ്പുറത്തേക്ക് എടുക്കണം സ്റ്റാൻഡേർഡ്, അപ്പോൾ -5. അപ്പോൾ 3 ഇൻറ്റു നമ്മളെ എക്സ് എന്ന് പറയുന്നത് എച്ചും വൈ എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ 3 ഇൻറ്റു എന്താണ് എച്ച് -2 ഇൻറ്റു കെ -5 ഡിവൈഡ് ബൈ √(a² എന്ന് പറയുന്നത് 3² + 4 2². അപ്പോൾ എന്താ 4 വരും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇത് ഈക്വൽ ടു ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ L1 വെച്ചിട്ട് ഇല്ല എന്താണ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച്, ഇനി L2 ലൈൻ വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പോൾ 3 ഇൻറ്റു എച്ച്, ഇവിടുത്തെ വൈൻ്റെ കോഫിഷ്യൻറ്റ് +2 ആണ്, അപ്പോൾ ഇൻറ്റു 2, ഇത് -5 ആണ് ഡിവൈഡഡ് ബൈ √. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് രണ്ടും ഒരേ ടേമിനല്ലേ വരാൻ പോകുന്നത്. ഇത് ക്യാൻസൽ, ഇത് ക്യാൻസൽ, കാരണം ഒരേ സൈഡിലായതുകൊണ്ട് ഇതെന്തായാലും √13 വരും, ഇത് √13 വരും, രണ്ടും ക്യാൻസൽ ആയി പോകും. എന്തായാലും അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് അവരോട് ഇത് എഴുതിയിട്ടില്ല. അപ്പോൾ 3h - 2k -5 ഈക്വൽ ടു 3h + 2k -5. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എങ്ങനെയെങ്കിലും കെയും എച്ചെല്ലാം കണ്ടുപിടിക്കണം. വിച്ച് ഗിവ്സ് 3h - 2k -5 ഈക്വൽ ടു, ആ മോഡ് നമ്മൾ പുറത്താക്കി, ഈക്വൽ ടു 3h + 2k -5 ഈക്വൽ ടു 0 അല്ല -5. ഓർ ഇതൊക്കെ രണ്ട് കേസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പോസിറ്റീവ് കേസ് എടുക്കുക. അപ്പോൾ എന്താ, ഒന്ന് എന്ന് പറയുന്നത് ഇത് രണ്ടും പോസിറ്റീവായിട്ട് എടുക്കുക. എന്താ പറയുക, പിന്നെയുള്ള കേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് എടുക്കുക. നമ്മൾ മോഡാകുമ്പോൾ അതിന് പ്ലസ് ഓർ മൈനസ് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രകാരം പ്ലസ് വാല്യൂ ആകുമ്പോൾ രണ്ടും പോസിറ്റീവ്, മൈനസ് വാല്യൂ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പറയുന്ന ലൈനിന് ഒരു മൈനസ് കോമൺലി പുറത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 ലൈൻ കിട്ടി. ഞാനതിങ്ങനെ അത് കാണിച്ചു തരാം. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, അത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3h എന്തായാലും ഈ 3hഉം 3h തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഒരു -2k ഇപ്പുറത്ത് വരുമ്പോൾ അത് 4k, ഈ -5 ഓക്കെ. അപ്പോൾ ഇത് 5 - 5 0 വരും. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, 4k = 0. അപ്പോൾ k = എത്ര, 0. അതിന് ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ഈ പെട്ടെന്ന് കാണുമ്പോൾ നിനക്ക് ഇക്വേഷൻ മനസ്സിലായി. k = 0. k = 0 കിട്ടിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇനി ഇതിപ്പോൾ -3k -3h + 2k + 5 ഈക്വൽ ടു എന്താണ് 3h + 2k -5. എന്തായാലും ഈ പറയുന്ന 2kയും 2kയും ക്യാൻസൽ ആയിപ്പോയി. ഈ എന്താണ് ഇതിപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് 6k ഈക്വൽ ടു എന്താ 10 വരും. അപ്പോൾ 6 = 10. അപ്പോൾ k = ഞാൻ കാണിച്ചു തരാം. 6k = 10 കിട്ടും. അതേപോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഈ പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു മൈനസിൻ്റെ ഈ കാണിക്കുന്ന ഈക്വേഷൻ, അത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന ടേംസ് എല്ലാം കട്ട് ചെയ്ത് എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 6k = അതായത് -3 3h അപ്പുറത്തേക്ക് പോകുമ്പോൾ +3h. അപ്പോൾ 3h + 3h എന്ന് പറയുന്നത് 6h വരും. അപ്പോൾ h = എത്ര, അതിക്കല്ല ഈ -5 അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് 5 + 5 10. അപ്പോൾ h = 10 / 6, ഇത് 5/3. അപ്പോൾ h = 5/3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. തസ് ദ പോയിന്റ് h, k സാറ്റിസ്ഫൈസ് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. നമ്മളെ
ഈ ലോക്കസ് എല്ലാം എടുക്കുന്ന പോലെ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഒരു ലോക്കസ് എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻ ഓഫ് അൺനോൺ ഗിവൺ കർവ് അത് കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം എച്ച് കോമ കെ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാസ്റ്റ് ആൻസറിലേക്ക് അതിൻ്റെ ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എച്ചിന് പകരം എക്സ് കൊടുക്കും, കെന് പകരം വൈ കൊടുക്കും. അപ്പോൾ എന്താ ഈ കെ എന്ന് പറയുന്നത് വൈൻ്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആൾ. അപ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനും അതേപോലെ എച്ച് ഈക്വൽ ടു 5/3 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 5/3. നമ്മളൊന്നും ചെയ്തില്ല. എച്ച് കോമ കെന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എക്സ് കോമ വൈ. ദീസ് ആക്ട് ആസ് എ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് എക്സ് കോമ വൈൻ്റെ ഒരു വേറെ ഫോമാണ് വിച്ച് റെപ്രസെൻറ്റ് സ്ട്രേറ്റ് ലൈൻസ്. അവിടെ ഇത് ആക്ച്വലി എന്താണ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ആക്സിസ്, എക്സ് ഈക്വൽ ടു 5/3 എന്ന് പറയുമ്പോൾ നമ്മളെ വൈ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ ഒരു കുത്തിന്, അതായത് ഇങ്ങനെ 5/3 എന്ന് പറയുന്നത് ഈ പോയിന്റാണ് ഇങ്ങനെ പോകുന്നവരിൽ പാരലായിട്ട് പോകുന്ന ലൈന് എന്താ പറയുക. അതേപോലെ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചത്. ഹെൻസ് പാത്ത് ഓഫ് ദ പോയിന്റ് ഇസ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻസ് L1 and L2 ഇസ് എ സ്ട്രേറ്റ് ലൈൻ. ഇത് സ്ട്രേറ്റ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈന്, ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ എന്താ നമുക്ക് ഹെൻസ് ദി പ്രൂഫ് ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ. ഈ മൂവിങ് പാത്ത് എന്താണ് സ്ട്രേറ്റ് ലൈൻ ആണ് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് എങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. രണ്ട് ഡിസ്റ്റൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, നമ്മളെ റിലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ കെ ഈക്വൽ ഒരു വാല്യൂ കിട്ടും, എച്ച് ഈക്വൽ ഒരു വാല്യൂ കിട്ടും. കെക്ക് പകരം വൈ ഇട്ട് കൊടുക്കും, മറ്റേ എക്സിന് പകരം എന്താ പറയുക കെക്ക് പകരം വൈ ഇട്ട് കൊടുക്കും, എച്ചിന് പകരം എക്സ് ഇട്ട് കൊടുക്കും. അന്നേരം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് എക്സ് ഈക്വൽ ടു 5/3 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എന്താണ് പോയിന്റ് ഒരു സ്ട്രേറ്റ് ലൈനാണ്. വൈ ഈക്വൽ 0 എന്ന് പറയുമ്പോൾ അത് വൈ ആക്സ് കംപ്ലീറ്റ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതും ഒരു സ്ട്രേറ്റ് ലൈനാണ്. ഇതൊരു സ്ട്രേറ്റ് ലൈൻ, ഇതും ഒരു സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ എന്താ ഹെൻസ് ദി പ്രൂഫ് ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ. ബ്യൂട്ടിഫുൾ ആയിട്ട് അതും പ്രൂവ് ചെയ്ത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ക്വസ്റ്റ്യൻ, സാരമല്ല പോട്ടെ. ഷോ ദാറ്റ് ദി ഏരിയ, അതായത് ഏരിയ ഒരു മിനിറ്റ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഷോ ദാറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോം ബൈ ദ ലൈൻസ് വൈ ഈക്വൽ ടു m1x + c1. ഇതൊരു സ്ട്രേറ്റ് ലൈന്. ഇതിനെന്തെങ്കിലും പറയാം, നമ്മളെ എന്തെങ്കിലും പറയടോ ജനറൽ ഫോം അല്ല, നമ്മൾ എന്തേലും അത് y = mx + c എന്നുള്ള ഫോർമാറ്റ്. അടുത്തത് y = m2x + c എന്ന് പറയുന്ന വേറൊരു ലൈന്. എൻ്റെ x = 0. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് c1 - c2 ദ ഹോൾ സ്ക്വയർ, അതായത് ഈ രണ്ട് കോൺസ്റ്റൻ്റ് ഡിഫറൻസ് അതിനെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 × mod of m1 - m2. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതും പിന്നെ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ 6 മാർക്കിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരിക. 6 മാർക്ക് മിനിമം. 6 മാർക്ക് മാത്സിൽ ടോട്ടലായിട്ട് ഇല്ലു, സാരില്ല പോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ വരുന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ y = ഇത് L1 എന്ന് പറഞ്ഞിട്ട് എടുക്കുക, L2 എടുക്കുക, ഇത് L3 എടുക്കുക. വി നോ ദാറ്റ് ദ ലൈൻ y = mx + c മീറ്റ്സ് അറ്റ് ദ ലൈൻ x = 0 y ആക്സിസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ y = 0 എന്ന് പറയുന്നത് x ആക്സിസ്. അപ്പോൾ x = 0 എന്ന് y ആക്സിസ്. ദ പോയിന്റ് 0, c ആണല്ലോ. Therefore, two vertices of the triangle formed by the lines 1 and 3 are P0C1 and Q0C2. അപ്പോൾ എന്താ ഈ x = 0 എന്ന് പറയുന്നത് എന്താണ് പോയിന്റ് 0C മീറ്റ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതാ y = m2x + c2 എന്ന് പറയുന്നത് ഇങ്ങനൊരു ലൈന് പാസ് ചെയ്യുന്നത്. y = m1x + c1 എന്ന് പറയുന്നത് ഇങ്ങനൊരു ലൈന് പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കണ്ട. ഇതാ 0C2 എന്ന് പറയുന്ന ഈ പറയുന്ന പോയിന്റും 0C1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റും ഇത് നമുക്ക് അറിയുന്ന രണ്ട് പോയിന്റ്സ്. ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ആയിട്ട് ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ട്രയാങ്കിൾ പോലെ അല്ലേ, ഇതിങ്ങനെ ട്രയാങ്കിൾ ആണല്ലോ നമുക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഈ രണ്ട് പോയിന്റ് നമുക്കറിയാം. ഈ പറയുന്ന പോയിന്റ് ഈ 6, ഇതിപ്പോൾ Q അറിയാം, P അറിയാം, 6 കൂടി ഈ 6 എന്ന് പറയുന്ന പോയിന്റും കൂടി നമുക്ക് അറിയെങ്കിൽ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. തേർഡ് വെർട്ടെക്സ് ആയിരുന്നു ഒന്ന് കിട്ടേണ്ടത്. തേർഡ് വെർട്ടെക്സ് അപ്പോൾ എന്ത് ചെയ്യുക, ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ സോൾവിങ് ഇക്വേഷൻ 1 and 2. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ L1 L2 സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, y അല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് ഇക്വേറ്റ് ചെയ്യാം. m1x + c1 = m2x + c2. അപ്പോൾ ഇത് രണ്ടും കാരണം y എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആകുമോ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുക, ഈ പറയുന്ന ഈ m1x അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം, എന്നിട്ട് ഇത് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ c1 - c2 = m2x - m1x. ഒരു കാര്യം ചെയ്യുക, എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ x × m2 - m1. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് x എന്ത് കിട്ടും, ഇത് പറയുന്ന c1/c2 ഡിവൈഡഡ് ബൈ m2 - m1, അല്ലെങ്കിൽ m1 - m2 എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞ ഇങ്ങനെയായിരിക്കും വരിക. എന്നിട്ട് ഇത് ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, y കണ്ടുപിടിക്കണമെങ്കിൽ ഈ y = എന്ത് ചെയ്യുക, ഈ ഏതെങ്കിലും ഇക്വേഷനിൽ y-ന് ഈ m1 പിന്നെ ഈ എക്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന c1 - c2 ഡിവൈഡ് ബൈ m2 - m1 അല്ലെ m1 - m2, അത് എന്ത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇതാ x = അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്.
എക്സ് ഈക്വൽ ടു C2 മൈനസ് C1 ഡിവൈഡ് ബൈ M1 മൈനസ് M2. അതെല്ലാം M2 മൈനസ് M1 എഴുതിയാലും മതി. പിന്നെ y ഇസ് ഈക്വൽ ടു എന്നാണ് അത് മറ്റേലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് M1 C2 മൈനസ് M2 C1 ഡിവൈഡ് ബൈ M1 മൈനസ് M2. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ തേർഡ് വെർട്ടെക്സ്, അതായത് 6 എന്ന് പറയുന്ന ഈ പറയുന്ന പോയിന്റ് എന്താ, അതിൻ്റെ വെർട്ടെക്സ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്താ, എക്സ് എന്ന് പറയുന്നത് C2 മൈനസ് C1 ഡിവൈഡ് ബൈ M1 മൈനസ് M2, പിന്നെ M1 C2 മൈനസ് M2 C1 ഡിവൈഡ് ബൈ M1 മൈനസ് M2. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ട്രയാങ്കിൾ 3 സൈഡ്സും വെർട്ടിസസും അറിയെങ്കിൽ അതിന് എന്ത് ചെയ്യുക, ഡെറ്റർമിനൻറ്റ് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ഡെറ്റർമിനൻറ്റ് മെത്തേഡ് +2 ആക്ച്വലി പഠിക്കുന്നത്, പക്ഷേ ഇവിടെയും അത് പഠിച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഡെറ്റർമിനൻറ്റ് മെത്തേഡ് വെച്ചിട്ട് ഹാഫ് ഇൻറ്റു എന്താണ്, ആക്ച്വലി ഡെറ്റർമിനൻറ്റിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ മൂന്ന് വാല്യൂസിൽ എഴുതാറുണ്ട്. ഓക്കെ, ഞാനിത് കുറേ നോക്കി, എനിക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നില്ല മനസ്സിലാകുന്നില്ല. കാരണം ഒരു ഡെറ്റർമിനൻറ്റ് മെത്തേഡ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിൽ ഈ പറയുന്ന ക്വസ്റ്റിന് എന്തായാലും എക്സാമിന് വരുമെന്നില്ല. ഞാൻ പിന്നെ ഇതൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അതെന്തായാലും നിങ്ങൾ ഇതിപ്പോൾ നോക്കുക, ഹാഫ് ഇൻറ്റു ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് ചെയ്യുക. 0 ഇൻറ്റു ഈ പറയുന്ന ഈ 6 ഉണ്ടല്ലോ, ഈ 6 നമ്മളെ ഈ y1 ഈ ടേം ഇൻ മൈനസ് C2 പ്ലസ് C2 മൈനസ് C1 ഡിവൈഡ് ബൈ M1 മൈനസ് ഇത് എക്സ് ആണ് ഇൻറ്റു C2 മൈനസ് C1 C2 മൈനസ് C1 അപ്പോൾ പ്ലസ് 0 ഇൻറ്റു ഈ ഒരു ക്വാണ്ടിറ്റി. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് എന്തായാലും 0 ആയി പോവും, ഇത് 0 ആയതുകൊണ്ട് ഇതും അങ്ങ് 0 ആയി പോകും. അപ്പോൾ ആ ബാക്കിയാവുന്നത് എന്താ, ഹാഫ് ഇൻറ്റു ഇവിടെ ഒരു C2 മൈനസ് C1 ഇത് ഇതുണ്ട്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്. ഇപ്പോൾ C2 മൈനസ് C1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ M1 മൈനസ് M2. അതിൻ്റെ മോഡ് പുറത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഹാഫിനുള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഹാഫിൻ്റെ താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ C2 മൈനസ് C1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു M1 മൈനസ് M2. ഹെൻസ് എന്താണ്, നമ്മൾ LHS = RHS എന്ന് പ്രൂവ് ചെയ്ത്, ഹെൻസ് പ്രൂവ്ഡ്. ആ ലാസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് അത്ര കണ്ട് മനസ്സിലായിട്ടില്ല. ചില ക്വസ്റ്റ്യൻസിൽ എനിക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ എല്ലാം വരും. അതിൽ നിങ്ങൾ ഈ ക്വസ്റ്റിനെ പറ്റി ബോധറാവേണ്ട, ഇതെന്തായാലും എക്സാമിന് വരാനുള്ള സാധ്യത ഒന്നുമില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ബാക്കി ഇതെല്ലാം ഇത് പിന്നെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടോ ഒരു ജനറൽ റിസൾട്ടോ ഇല്ല, അതുകൊണ്ട് ഇത് വരാനുള്ള സാധ്യത ഒന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ ടഫാക്കുമെന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിലെല്ലാം വന്നിട്ട് നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തി കളയോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ 15 ഭയങ്കര ടഫ് തന്നെ. ഈ പറയുന്ന 15 നിങ്ങൾ വിചാരിക്കേണ്ട എളുപ്പമാണെന്നത്, നല്ല ടഫ് തന്നെ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്യുമ്പോൾ എനിക്കതിന് ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്, അത്രയും ടഫാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോൾ എന്താ, അതെല്ലാം നമ്മൾ നല്ല പേഷ്യൻസോട് കൂടിയിട്ട് നേരിടുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഈ പറയുന്ന പാർട്ടിയില്ല. ഇനി കോണിക് സെക്ഷൻ്റെ കൂടി മിസ്സേലിയസ് എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി നല്ല വെടിപ്പൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.